ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൂക്കളെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? ചെടികളും പൂക്കളും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് വാട്ടർ ലില്ലീസ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് ഫോട്ടോ മാത്രമല്ല, ഇതിൻ്റെ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് വാട്ടർ ലില്ലീസ് നിങ്ങളെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനേതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മളിത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വീഡിയോ കാണാം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നുകയെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് വൺ ഇതാണ് നമ്മുടെ യെല്ലോ കളറിലുള്ള വാട്ടർ ലില്ലി. സൂപ്പർ ഫ്ലവറാണ്, കാണാനൊക്കെ നല്ല ഭംഗിയിൽ, കാണാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. പലരും ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ നമുക്ക് വളർത്താനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല, ഈ പ്ലാന്റ്സ് നമുക്ക് വളർത്താനും പരിപാലിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മളിവിടെ കാണിച്ചത് തന്നെ ടബിലൊക്കെ വെച്ചിട്ടാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കളിമണ്ണും പിന്നെ എന്താ പറയുക, ഇതിനാവശ്യമായിട്ടുള്ള NPK വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഇവിടെ ഓരോ ഫ്ലവേഴ്സ് കാണിക്കുമ്പോഴും അതിൻ്റെ മേലെ പേരെഴുതി കാണിക്കുന്നുണ്ട്. ഇത് പൂവാടോളാണ്, മഞ്ഞ കളറിലുള്ള ഒരു വാട്ടർ ലില്ലി. അപ്പോൾ ഇത് നമ്മൾ ടബിലാണ് വെച്ചിട്ടുള്ളത്. കളിമണ്ണും പിന്നെ NPK വളമൊക്കെ കൂടി ചേർത്ത് നമ്മൾ മിക്സ് ശരിയാക്കിയിട്ട് നമ്മളതിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം പൂക്കൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ, എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. പകലും രാത്രിയൊക്കെ ഒരുപോലെ വിരിയുന്ന കുറേ പൂക്കളുടെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഏതെങ്കിലും ഫ്ലവറുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സൊക്കെ എന്ന് പറയണതേ ഒരു എന്താ പറയുക 5 മണിക്കൂറൊക്കെ ഇതിന് സൂര്യപ്രകാശം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ ഇങ്ങനെ എപ്പോഴും ഫ്ലവറായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അല്ലേ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതിനൊക്കെ കുറേ സ്ഥലം വേണമെന്നുള്ളത് അല്ലേ. അതെ, സ്ഥലം ഒരു വലിയ ഘടകമാണ്. കുറേ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാനും സെയിലാക്കാനും ഒക്കെ പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ടെന്ന്, ഇത് തന്നെയാണ്. നമ്മുടെ കയ്യിൽ 50 രൂപ മുതലാണ് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ നട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെയിലാക്കാനുള്ള ഒരു മാർഗം കൂടി ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, വളർത്താനും പരിപാലിക്കാനും ഒക്കെ വളരെ എളുപ്പമാണെന്ന്. നമ്മളൊരു ടബിലാണ് ഇപ്പോൾ ഇത് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഒരു ടബിൽ നമ്മൾ ശരിയായ രീതിയിൽ പ്ലാന്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് ട്യൂബർ വഴി നമുക്ക് കുറേ തൈകളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഒന്നുകിൽ അത് ഒരു കിഴങ്ങ് രൂപത്തിലോ അല്ലെങ്കിൽ ഇലയിൽ നിന്നൊക്കെ പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്ന അങ്ങനത്തെ വെറൈറ്റികളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനമൊക്കെ ആയി. ഇനിയിപ്പോൾ അത് ടബിൽ മാത്രമല്ല, ഒരു പോണ്ടോ അല്ലെങ്കിൽ പൂളോ ഒന്നും പറ്റിയില്ലെങ്കിൽ കിഡ്സ് പൂൾ പോലെ വലിയ പൂൾ നമുക്ക് വാങ്ങാൻ കിട്ടും ഓൺലൈനായിട്ട്. അപ്പോൾ അതിലൊക്കെ മേടിച്ചിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞ് തൊട്ടികളിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒത്തിരി ഭംഗിയുള്ള കാണാൻ അടിപൊളിയായിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് വെച്ചാൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും റേറ്റ് അടക്കം പറഞ്ഞു തരും കേട്ടോ. കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറാണല്ലേ, കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ ഗാർഡനിലും ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവട്ടെ. നമ്മുടെ കയ്യിൽ ട്രോപ്പിക്കൽ വാട്ടർ ലില്ലി മാത്രമല്ല, ഓസ്ട്രേലിയൻ വെറൈറ്റിയും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പ്ലാന്റ്സൊക്കെ കുഞ്ഞ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വരണേ ഉള്ളൂ, ഫ്ലവറൊന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വാട്ടർ ലില്ലി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് മെൻഷൻ ചെയ്താൽ മതി, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഫുള്ളായിട്ട് ഇതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് വെച്ചാൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഇത് അവിടെ ഇങ്ങനെ കുറച്ചധികം തൊട്ടികളിലൊക്കെയാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ അഡേനിയം ഒക്കെ സെയിലിട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കങ്ങനെ ഒത്തിരി ഓർഡേഴ്സൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ വാട്ടർ ലില്ലിയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ വാട്ടർ ലില്ലി മാത്രമല്ല, ലോട്ടസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതുപോലെ തന്നെ ബോഗൻവില്ല, പിന്നെ വിക്ടോറിയ, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ചെടികളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം അല്ലെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മളിത് കുഞ്ഞു കുഞ്ഞു തൊട്ടികളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ, കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൊട്ടികളിലാണ് നമ്മളിത് സെറ്റാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഇത്തിരിയും കൂടി വലുതാകുമ്പോൾ നമ്മൾ കിഡ്സ് പൂളിലേക്ക് മാറ്റും. അപ്പോൾ ഒരു പ്ലാന്റ് നല്ല വിശാലമായി വളരണമെങ്കിൽ അതിന് കുറേയധികം സ്ഥലങ്ങൾ ആവശ്യമുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നല്ല ഫ്ലവറോട് കൂടിയിട്ടൊക്കെ തൊട്ടിയിലിരുന്നാലും കിട്ടും. ഇപ്പോൾ ദാ അവിടെ കാണിച്ചിട്ടുള്ള കിഡ്സ് പൂൾ പോലെയുള്ളതിൽ വെക്കാച്ചാൽ ഇത്തിരിയും കൂടി വലുപ്പത്തിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ കിട്ടും കേട്ടോ. പല കാരണങ്ങൾ കൊണ്ട് ജോലിക്ക് പോകാൻ സാധിക്കാത്ത ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ടല്ലേ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി സ്ഥലമില്ല എന്ന് പറയുന്നവർക്കാണെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു ടബിലൊക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ തന്നെ നമുക്ക് വേഗം തന്നെ ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു തൈകൾ കിട്ടും. അപ്പോൾ നമുക്കതൊക്കെ സെയിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വരുമാന മാർഗ്ഗം ആവുകയും ചെയ്യും കേട്ടോ. ഒത്തിരി പേര് ഇങ്ങനെ വാട്ടർ ലില്ലിയും ലോട്ടസും ഒക്കെ സെയിലാക്കുന്നുണ്ട്. അപ്പോൾ പുറത്തൊക്കെ പോയി ജോലി ചെയ്യാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു വരുമാന മാർഗ്ഗം ആക്കാം കേട്ടോ നിങ്ങൾക്ക്. നമ്മുടെ ഈ പ്ലാന്റ്സിന് കളിമണ്ണായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ 5 മണിക്കൂറിൽ കൂടുതൽ നേരം നമുക്ക് സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫ്ലവേഴ്സൊക്കെ കൂടുതൽ ഭംഗിയായിട്ട് 3 ദിവസം വരെയൊക്കെ പൂക്കളോട് കൂടിയിട്ടൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ ഒത്തിരി വെറൈറ്റികളുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് കേട്ടോ. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഫ്ലവർ വാട്ടർ ലില്ലിയിൽ വെറൈറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങനെ കാണാൻ തന്നെ ഇത്രയ്ക്ക് ഭംഗി. അപ്പോൾ നേരിട്ട് കാണാൻ എങ്ങനെയായിരിക്കും? നല്ല കളറാണ്, അതുപോലെ തന്നെ നല്ല രസമാണ് ഇത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റില്ല. നേരിട്ട് കാണുമ്പോൾ ഒരു ഷെയ്ഡാണ്, വീഡിയോയിൽ കാണുമ്പോൾ വേറെ ഷെയ്ഡാണ്. സൂപ്പർ വെറൈറ്റികളാണൊക്കെ. കണ്ടില്ലേ, ഇങ്ങനെ കാണാനൊക്കെ എന്ത് രസമാണല്ലേ, നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റാക്കി എഴുതുക. ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ.